Hey guys, welcome back to my channel. അഞ്ചക്കള്ള കൊക്കൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇതിലത്തെ ഡയറക്ടറിന്റെ പേര് ഉല്ലാസ് ചമ്പൻ എന്നാണ്. പിന്നെ ഇത് റിട്ടേൺ ബൈ ഉല്ലാസ് ചമ്പൻ ആൻഡ് വിക്കിൽ വേണുവാണ് ഇത് റൈറ്റേഴ്സ്. ഇനി പടത്തിലേക്ക് വരാം. പടം ആക്ച്വലി എനിക്കൊരു ആവറേജ് ആണെന്ന് തോന്നിയത്. ഒരു ആവറേജ് പടമാണ്. ഒട്ടും മോശം പറയാനുമില്ല ആക്ച്വലി. കാരണം ഇതിലത്തെ ലൂക്ക് മാൻ എന്ന് പറഞ്ഞാണ് മെയിൻ ആക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ മെയിൻ ആക്ടർ ചെമ്പ വിനോദാണ്. ലൂക്ക് മാൻ ആക്ച്വലി അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. അവസാനം ക്ലൈമാക്സിൽ എന്തൊക്കെയോ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും എനിക്കത് വർക്കൗട്ട് ആയില്ല. പക്ഷെ ഈ പടത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക്കാണ്. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അത് എടുത്തു പറയണം. മണികണ്ഠൻ അയ്യപ്പയാണ് ഈ സിനിമയുടെ മെയിൻ മ്യൂസിക് BGM കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഒരു രക്ഷയില്ല. അതാണ് വേറെ ലെവൽ ക്ലാസ് സാധനം. ഇതിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. അന്യായ മേക്കിംഗ് ആണ്. ടെക്നിക്കലൊക്കെ അടിപൊളി കിടിലം, അതിലൊന്നും പറയാനില്ല. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറി ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ള കുറെ കൺഫ്യൂഷൻ വരും. ഇന്റർവെൽ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് സംഭവം എന്നൊക്കെ എനിക്ക് തോന്നി ആക്ച്വലി പേഴ്സണലി. പിന്നെ അതിലത്തെ മെയിൻ ക്യാരക്ടർ വരുന്നത് ലൂക്ക് മാൻ ആണ്. പക്ഷേ ലൂക്ക് മാൻ അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് റോളൊന്നുമില്ല. ആക്ച്വലി ഇതിന്റെ സ്ക്രീൻ പ്രസൻസ് മൊത്തം കൊണ്ടുപോകുന്ന ചെമ്പ വിനോദാണ്. അപ്പം ഇത് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് മൂഡ് സ്റ്റോറി, ഒരു നാട്ടിൻപുറത്ത് നടന്ന ഒരു സ്റ്റോറി ആ സംഭവത്തിനെ പറ്റി കാണിക്കുന്നതാണ്. ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ചെമ്പോസ്കി. ചെമ്പ വിനോദാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പക്ഷേ സ്റ്റോറി വൈസ് ആയാലും എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഒരു സ്റ്റോറി ഫുൾ അങ്ങ് ഒരു വ്യക്തതയില്ല, ഒരു മന്ദത പോലെ ഇങ്ങനെ ഇരിക്കുന്നു സ്റ്റോറി. അങ്ങനെ ഇങ്ങനെ കുറച്ച് നമ്മളും കൂടെ കുഴപ്പിക്കാനായിട്ടായിരിക്കാം എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ മൊത്തം അങ്ങ് പോയി. പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള സ്റ്റോറി എനിക്ക് അങ്ങനെയാണ് ഐഡിയ വരുന്നത്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഇങ്ങനെയാണ് പോകണമല്ലേ എന്നുള്ള കാര്യം ഐഡിയ കിട്ടി. പിന്നെ മെയിൻ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മേഘ്ന തോമസ് ആണ്. മേഘ്ന തോമസിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഒരു 2 കിടിലം പയ്യന്മാരുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഒരാളെ എനിക്കറിയാം, ഒരാൾ നമ്മുടെ കമ്മട്ടിപ്പാടം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു പുള്ളിക്കാരൻ. ഞാൻ ഇവിടെ പേര് നോട്ട് ചെയ്തില്ല, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷേ ഇവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതിൽ കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ച ആ പയ്യൻ, ആക്ച്വലി ആ പയ്യൻ അതിൽ മ്യൂട്ടാണ്. മറ്റേ പയ്യൻ്റെ ആ ഒരു സംസാര ശൈലി ഭയങ്കര ഡിഫറൻ്റ് ആണ്. അത് ഒരു ഭയങ്കര രസമാണ് ആക്ച്വലി. ഒരു കോമഡി പ്ലസ് ഒരു സൈക്കോ, ഒരു എന്തിനും പറഞ്ഞാൽ ആറ്റ് പിരുത്തുക എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാണ് രണ്ടുപേരും. ആ ഒരു ക്യാരക്ടറും അവരുടെ ഫൈറ്റ് സീൻസ് ഒരു രക്ഷയില്ല. കിട്ടില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി ആയിരുന്നു. അത് ആ ഒരു ഫൈറ്റ് സീൻസ് ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്, 10-8 മിനിറ്റ് വരണം. അത് ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഷാപ്പിലെ ഒരു ഫൈറ്റ് സീൻ. അത് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇതിൽ മണികണ്ഠനുണ്ട്. ഓക്കെ, മണികണ്ഠൻ ഫൈൻ പെർഫോമൻസ് ആണ്. അങ്ങനെ കിടിലമെന്നും പറയാനില്ല, ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. പിന്നെ സെന്തിലിന്റെ ക്യാരക്ടർ, എനിക്ക് സെന്തിലിന്റെ ക്യാരക്ടർ അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിട്ടില്ല. ഇതിലത്തെ ഒരു ഡയറക്ഷൻ പറ്റിയൊരു അബദ്ധമാണ്. കുറെ ക്യാരക്ടർ മിസ്റ്റേക്സ് എനിക്ക് കുറച്ച് തോന്നി. ഇങ്ങനെ സെന്തിലിന്റെ ക്യാരക്ടർ മണികണ്ഠൻ ഒന്ന് മാറ്റി പിടിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. പിന്നെ ഇതിലത്തെ മെയിൻ അടുത്ത ഒരു താരമാണ് ഇതിലത്തെ ക്യാമറാമാൻ ആർമോ എന്ന് പറയും. ഒരു രക്ഷയില്ല, ഫണ്ടാസ്റ്റിക് ക്യാമറ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലത്തെ ഡ്രോൺ വെച്ചിട്ടുള്ള ക്യാമറയുണ്ട്. അടിപൊളിയായിട്ട് ആ ക്യാമറ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു നെടുന്നൂടെന്ന് പറഞ്ഞാൽ ഇതിലത്തെ എഡിറ്ററാണ് രോഹിത് VS. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചില്ലറ പണിയല്ല. ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇച്ചിരി നല്ലപോലെ മെനക്കെട്ടിട്ടുണ്ട് ഇതിൽ എഡിറ്റിംഗ് വർക്ക്. അതിൻ്റെ റിസൾട്ട് ആ സിനിമയിൽ കാണുന്നുണ്ട്. ആക്ച്വലി വെൽ എഡിറ്റിംഗ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലൊന്നും ഫുൾ ഒരു സാറ്റിസ്ഫൈ വന്നില്ല. പക്ഷെ ആ BGM ഭയങ്കരമായിട്ട് എറിച്ച് നിൽപ്പുണ്ടായിരുന്നു. BGM ഒക്കെ. പക്ഷെ എന്ത് പറയാനായിട്ടും അങ്ങോട്ടും ദഹിച്ചില്ല. എനിക്ക് ഒട്ടും ദഹിക്കാത്തൊരു ഇതായിപ്പോയോ ക്ലൈമാക്സ് ഒക്കെ. ലൂക്ക് മാൻ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ അവസാനം കൺഫ്യൂസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കൺഫ്യൂസ് ആവുന്നില്ല. അപ്പോൾ നമ്മളിത് പ്രിഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവസാനം കുറേ സീൻസ് നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകണമെന്നൊക്കെ അറിയാം. പക്ഷെ എടുത്തു വെച്ചേക്കുന്ന മേക്കിംഗ് അടിപൊളിയായിരുന്നു. ക്യാരക്ടർ സെലക്ഷൻ കുറച്ച് പുറകോട്ടായി പോയി. പക്ഷെ അവരുടെ പെർഫോമൻസ് മിക്കവരും അടിപൊളിയാണ്. എസ്പെഷ്യലി ലൂക്ക്മാന്റെ പെർഫോമൻസ് അങ്ങനെ വലിയ മോശമൊന്നുമല്ല, കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ചെമ്പോസ്കിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ്, പിന്നെ മേഘ്നയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി. ഇങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് മാത്രം അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ഇതൊക്കെ ക്യാരക്ടർ സെലക്ഷൻസ് കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നി.
പിന്നെ മ്യൂസിക് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുണ്ട്. മ്യൂസിക് എന്തായാലും അടുത്ത ഇനി റീൽസ് കയറി ട്രെൻഡ് ആവും. അടിപൊളി ബി ജി എം സ്കോറാണ് ചെയ്ത് വെച്ചിരിക്കണം. ആ പാട്ടുകളും ബി ജി എം സ്കോറൊക്കെ അടിപൊളി, അത് കയറി ക്ലിക്കാവും, അതിന് യാതൊരു സംശയവും വേണ്ട. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ബട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ മൂവിയാണ് ആക്ച്വലി. ആ സൗണ്ട് എഫക്ട്സും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരു സാറ്റിസ്ഫൈ വീണില്ല എനിക്ക്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം മാനൻ KC. എല്ലാം ആവട്ടെ.